ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ ചാപ്റ്ററായ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികളെ കുറിച്ചാണ്. ആദ്യം നമുക്ക് നമ്പേഴ്സ് എന്താണ്, അതായത് പലതരം നമ്പേഴ്സ് നമുക്കറിയാം. നാച്ചുറൽ നമ്പേഴ്സ് അഥവാ എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 1, 2, 3 എക്സെട്ര. ഇപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ്. അതുപോലെ ഈവൻ നമ്പേഴ്സ് അഥവാ ഇരട്ട സംഖ്യകൾ എന്ന് പറയുമ്പോൾ. ഇനി ഓഡ് നമ്പേഴ്സ് അഥവാ ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 1, 3, 5 എക്സെട്ര. ഇനി നാച്ചുറൽ നമ്പേഴ്സ് അഥവാ എണ്ണൽ സംഖ്യകളുടെ പകുതി എടുത്താലോ അതെന്ത് വരും? 1ന്റെ ഹാഫ് എന്ന് പറയുന്നത് ഹാഫ്, 2ന്റെ ഹാഫ് 1, 3യുടെ ഹാഫ് 3/2 എക്സെട്ര. ഇങ്ങനെ എഴുതാം. ഇനി ഈ നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വർഗം. ഇപ്പോൾ 1ന്റെ സ്ക്വയർ 1 തന്നെ, 2ന്റെ സ്ക്വയർ 4, 3യുടെ സ്ക്വയർ 9, ഇങ്ങനെ വരും. ഇതൊക്കെ ഒരു ക്രമം അനുസരിച്ചിട്ടാണ് എഴുതി പോകുന്നത്. അതായത് ഫസ്റ്റ് പൊസിഷനിൽ, സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ, അങ്ങനെ ഒരു ക്രമമായിട്ട് സംഖ്യകളെ അഥവാ നമ്പേഴ്സിനെ എഴുതിയിരിക്കുക. ഇങ്ങനെ എഴുതുന്ന ഒരു കൂട്ടം സംഖ്യകളെയാണ് സീക്വൻസ് അഥവാ നമ്പർ സീക്വൻസ് അഥവാ സംഖ്യാ ശ്രേണികൾ എന്ന് പറയുന്നത്. സീക്വൻസ് അഥവാ ഇവിടെ നമ്പേഴ്സ് ആണ് ഇങ്ങനെ ക്രമമായിട്ട് എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് ഇതിനെ നമ്പർ സീക്വൻസ് എന്ന് പറയാം. നമുക്കൊരു സീക്വൻസിൽ നമ്പേഴ്സ് തന്നെ എഴുതണം എന്നൊന്നുമില്ല. നമ്പർ സീക്വൻസ് അഥവാ സംഖ്യാ ശ്രേണി. ഇവിടെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് അരിത്മെറ്റിക് സീക്വൻസ് ആണ്, സമാന്തര ശ്രേണിയാണ്. അപ്പൊ അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നുണ്ട്. എല്ലാ സംഖ്യാശ്രേണിയും സമാന്തര ശ്രേണിയാണോ, അല്ലെങ്കിൽ എല്ലാ നമ്പർ സീക്വൻസും അരിത്മെറ്റിക് സീക്വൻസ് ആണോ, അല്ലെങ്കിൽ എല്ലാ അരിത്മെറ്റിക് സീക്വൻസും നമ്പർ സീക്വൻസ് ആണോ, ഇങ്ങനെയുള്ള ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇനി ഇതിന്റെ കുറേ കൂടെ ഉദാഹരണങ്ങൾ ഞാൻ പറയാം. നമുക്കറിയാം പോളിഗൺസ് അഥവാ ബഹുഭുജങ്ങൾ എന്താണെന്ന്. അതായത് 3 വശമുള്ളതാണ് ഏറ്റവും ചെറിയ ബഹുഭുജം അഥവാ പോളിഗൺ. ട്രയാങ്കിള്, ഇനി 4 വശമുള്ള ചതുരം അഥവാ റെക്റ്റാങ്കിൾ, 5 സൈഡുള്ളത് പെന്റഗൺ, അങ്ങനെ കുറെ ബഹുഭുജങ്ങൾ നമുക്കറിയാവുന്നതാണ്. ഇതിന്റെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഇതിന്റെ ആംഗിൾസിന്റെ സമ്മ്. ഇപ്പോൾ നമുക്കറിയാം ഒരു ത്രികോണത്തിനകത്ത് 3 ആംഗിളുകളാണ്, 3 കോണുകളാണുള്ളത്. അതിന്റെ തുക എന്ന് പറയുന്നത് 180 ആണ്. ഇനി ഒരു ചതുരത്തിൽ 4 കോണുകളാണുള്ളത്, അതിന്റെ തുക എന്ന് പറയുന്നത് 360 ആണ്. ഒരു പഞ്ചഭുജമാകുമ്പോൾ അതിന്റെ കോണുകളുടെ തുക 540 ആണ്. ഇതും ഒരു ശ്രേണി തന്നെയാണ്, ഒരു സംഖ്യാശ്രേണിയാണ്, ഒരു നമ്പർ സീക്വൻസ് ആണ്. ഇതൊരു എക്സാമ്പിൾ. ഇവിടെ ഫിഗേഴ്സ് ആണ് തന്നിരിക്കുന്നത്, പക്ഷെ പറഞ്ഞിട്ടുണ്ട് സം ഓഫ് ദി ആംഗിൾസ് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതപ്പോൾ നമുക്ക് നമ്പേഴ്സിൽ കിട്ടി, അപ്പോൾ നമ്പർ സീക്വൻസ് ആയി. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് ഒരു റൈറ്റ് ട്രയാങ്കിൾ. ആ റൈറ്റ് ട്രയാങ്കിളിന്റെ ഓരോ സൈഡും 1 സെന്റിമീറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഹൈപ്പോട്ടന്യൂസ് 1 മീറ്റർ, 1 സെന്റിമീറ്റർ, 1 യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഹൈപ്പോട്ടന്യൂസ് √2 ആയിരിക്കും. ഞാൻ ഹൈപ്പോട്ടന്യൂസിന്റെ ലെങ്ത് ഇവിടെ റെഡ് കളറിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത √3 വേണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ വർഷം എങ്ങനെയാണ് ചെയ്തത്? ഇതേപോലെ റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുന്നു 1 സെന്റിമീറ്റർ വെച്ചിട്ട് തന്നെ. പിന്നെ അടുത്തത് വീണ്ടും 1 സെന്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട്, അപ്പൊ ഇത് 1. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? √3 കിട്ടി. ഇനി അങ്ങനെ √4 വരയ്ക്കാം. ഇപ്പോൾ ഇവിടെ വന്ന നമ്പർ സീക്വൻസ് എന്താണ്? √2, √3, √4, √5 ഇങ്ങനെ വരും. √4 നമുക്കറിയാം 2 ആണെന്ന്. എന്താണെങ്കിലും ഇതും ഒരു നമ്പർ സീക്വൻസ് തന്നെയാണല്ലോ, ഒരു സംഖ്യാശ്രേണി തന്നെയാണല്ലോ. അതായത് 2ൽ തുടങ്ങിയുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗമൂലങ്ങളാണ് ഇത്. ഇനി വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1, 11, 21 എക്സെട്ര. ഇവിടെ 1, 11, 21 എക്സെട്ര 1ൽ എൻഡ് ചെയ്യുന്നതാണ്. 1's പ്ലേസിൽ 1 ആണല്ലോ.
അപ്പോൾ 1-ൽ എൻഡ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ പറഞ്ഞാലോ, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം അഥവാ റിമൈൻഡർ 1 വരുന്ന ഒരു സീക്വൻസ് എഴുതാൻ പറഞ്ഞാൽ ഇത് എഴുതാം. ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള നമ്പർ സീക്വൻസ് ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഞാനിവിടെ വേറൊരു ക്വസ്റ്റ്യൻ തരാം. ഒരു പാറ്റേൺ ആണ് തരാൻ പോകുന്നത്. ഈ പാറ്റേണിൽ കുറെ ഡോട്ട്സ് ഇട്ടിട്ടുണ്ട്. ഓരോന്നും ട്രയാങ്കിൾ ഷേപ്പിലാണ് പോകുന്നത്. ഇങ്ങനെ തുടർന്നാൽ അടുത്ത 3 ട്രയാങ്കിൾസിന്റെ ഡോട്ട്സിന്റെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഡോട്ട്സിന്റെ എണ്ണം എഴുതി നോക്കിയാൽ ഇവിടെ നമുക്കറിയാം ടോട്ടൽ 3 ഡോട്ട്സ് ആണ്. ഇവിടെ 3 3 6 ഡോട്ട്സ് ആണ്. ഇനി ഇവിടെ 10 ഡോട്ട്സ് ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത നമുക്ക് കണ്ടുപിടിക്കണം. ഇതെങ്ങനെയാണ് കിട്ടിയത്? ഇവിടെ നമുക്കൊന്ന് വരച്ചു നോക്കാം. അടുത്ത ഡോട്ട്സ് വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബേസിൽ ഇവിടെ നോക്ക്, ബേസിൽ 2 ഡോട്ട്സ് ആണ്. ഇവിടെ 3 ഡോട്ട്സ്, ഇവിടെ 4 ഡോട്ട്സ്. അപ്പോൾ അടുത്തതിൽ വരുമ്പോൾ ബേസിൽ 5 ഡോട്ട്സ് വരും. അല്ല, ഓരോ സൈഡിലും 5 ഡോട്ട്സ് വീതം വരുന്ന ട്രയാങ്കിൾ ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇവിടെ എണ്ണി നോക്കുമ്പോൾ നമുക്കറിയാം 15 ഡോട്ട്സ് ആണ് വന്നിരിക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് നോക്കാം, വരച്ചു നോക്കാം. അതായത് ബേസിൽ 6 ഡോട്ട്സ് വേണം ഓരോ സൈഡിലും. അപ്പോൾ 6 ഡോട്ട്സ് വീതം വന്നോളും. അപ്പം ഇത് നോക്കിയാൽ നമുക്കറിയാം 21 ഡോട്ട്സ് ആണ് വന്നിരിക്കുന്നത്. ഇനി അടുത്തത് വരച്ചു നോക്കാം. 3 ട്രയാങ്കിൾസ് ആണ് നമുക്ക് എക്സ്ട്രാ വേണ്ടത്. വരയ്ക്കാതെയും കണ്ടുപിടിക്കാം. ഇവിടെ 28 ഡോട്ട്സ് ആണ് ഉള്ളത്. അപ്പം നമ്മുടെ ആൻസർ 15, 21, 28. ഇവിടെയും ഫിഗർ ആണ് തന്നിരിക്കുന്നത്, ഡോട്ട്സ് ആണ് തന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് നമ്പർ സീക്വൻസ് അഥവാ സംഖ്യാശ്രേണിയാണ് കിട്ടിയിരിക്കുന്നത്. അടുത്ത ചോദ്യത്തിൽ ഒരു റെഗുലർ പോളിഗണിന്റെ ഷേപ്സ് ആണ്. അതായത് റെഗുലർ പോളിഗൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ സംഖ്യാശ്രേണികൾ അഥവാ നമ്പർ സീക്വൻസ് കണ്ടുപിടിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഓരോ ഫിഗേഴ്സിന്റെയും സൈഡുകളുടെ എണ്ണം എന്ന് പറയുമ്പോൾ ഇവിടെ 3 സൈഡ്സ് ആണ്, ഇവിടെ 4 സൈഡ്സ്, ഇവിടെ 5 സൈഡ്സ്. അപ്പം ഇതാണ് ഫസ്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമ്മളോട് അടുത്ത് ചോദിച്ചിരിക്കുന്നത് സം ഓഫ് ദി ഇന്നർ ആംഗിൾസ്. നമുക്കറിയാം ഇവിടെ ആംഗിൾസ് 3 ആംഗിൾസ് ആണ്. സം ഓഫ് ദി ഇന്നർ ആംഗിൾസ് 180 ഡിഗ്രി ആണ്. ഇവിടെ 90 വെച്ചിട്ട് ഇതൊരു 5 സൈഡഡ് പോളിഗൺ ആണ്. അപ്പോൾ സം ഓഫ് ദി ഇന്നർ ആംഗിൾസ് 540 ആയിരിക്കും. ഇതും ഒരു നമ്പർ സീക്വൻസ് ആണ്. ഇനി സം ഓഫ് ദി ഔട്ടർ ആംഗിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ഈ ബേസിനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇവിടെ ഫോം ചെയ്യുന്ന ഒരു ആംഗിൾ ആണ് ഔട്ടർ ആംഗിൾ. അങ്ങനെ 3 ആംഗിൾസ് ഉണ്ട്. അപ്പോൾ 3 ഔട്ടർ ആംഗിൾ വരും. അപ്പോൾ അതിന്റെ സം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ട്രൈക്കുലാറ്ററൽ ട്രയാങ്കിളിൽ ഔട്ടർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 360 ആയിരിക്കും. സ്ക്വയറിനകത്തും ഔട്ടർ ആംഗിൾസിന്റെ സമ്മ് 360 ആണ്. ഇനി ഈ പെന്റഗണിനകത്തും റെഗുലർ പെന്റഗണിനകത്തും ഔട്ടർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 360 ആണ്. ഇതും ഒരു നമ്പർ സീക്വൻസ് ആണ്. ഇതിന്റെ സെയിം നമ്പേഴ്സ് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്തത് ഒരു ഇന്റീരിയർ ആംഗിൾ എടുത്താൽ ഓരോ ഷേപ്സിന്റെയും ഓരോ ഇന്റീരിയർ ആംഗിൾസ് എടുക്കുക. അപ്പോൾ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഈച്ച് ആംഗിൾ വിൽ ബി 60 ഡിഗ്രി ആണ്. സ്ക്വയർ ആയതുകൊണ്ട് ഈച്ച് ആംഗിൾ വിൽ ബി 90 ഡിഗ്രി. പെന്റഗൺ റെഗുലർ പെന്റഗൺ ആയതുകൊണ്ട് ഈച്ച് ആംഗിൾ വിൽ ബി 108 ഡിഗ്രി. ഇതും ഒരു നമ്പർ സീക്വൻസ് ആണ്. ഇനി ഔട്ടർ ആംഗിൾ പുറത്തെ ആംഗിൾ എടുത്താൽ ഇക്വലാറ്ററൽ ട്രയാങ്കിളിൽ 120 വരും, സ്ക്വയറിനകത്ത് 90 വരും, റെഗുലർ പെന്റഗണിനകത്ത് 72 വരും. ഇതും ഒരു നമ്പർ സീക്വൻസ് ആണ്. അപ്പോൾ പലതരത്തിലുള്ള നമ്പർ സീക്വൻസ് നമുക്ക് ഒരൊറ്റ ഫിഗറിൽ നിന്ന് പല ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് പല നമ്പർ സീക്വൻസ് ഉണ്ടാക്കാൻ സാധിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്ന നാച്ചുറൽ നമ്പേഴ്സിന്റെ ഒരു സീക്വൻസ്. ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരണം. അപ്പോൾ 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആണല്ലോ. പിന്നെ അടുത്ത നമ്പർ എങ്ങനെ കിട്ടും? അതായത് 3യുടെ ടേബിൾ നോക്കുക. അത് 3 1s are 3, റിമൈൻഡർ ആഡ് ചെയ്യുക. അപ്പം 4 കിട്ടും.
3 2s are 6, 6ന്റെ കൂടെ റിമൈൻഡർ 1 ആഡ് ചെയ്യുമ്പോൾ 7, 3 3s are 9, 9 plus 1 10. ഇതാണ് സീക്വൻസ്. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 വേണമെങ്കിൽ 3 1s are 3യുടെ കൂടെ 2 ആഡ് ചെയ്യുക, അപ്പോൾ 5. 3 2s are 6ന്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ 8. 3 3s are 9ന്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ 11. നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ ചെയ്യുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 1ലോ 6ലോ എൻഡ് ചെയ്യുന്ന സീക്വൻസ് എഴുതുക. എന്നിട്ട് അതിൻ്റെ മറ്റൊരു തരത്തിൽ എങ്ങനെ പറയാം എന്നുള്ളതും കൂടി പറയണം. അപ്പം 1ൽ എൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 1 11 21 എക്സെട്ര. ഇതാണ് 1ൽ എൻഡ് ചെയ്യുന്ന സീക്വൻസ്. ഇനി 6ൽ എൻഡ് ചെയ്യുന്ന നമ്പർ സീക്വൻസ് അഥവാ സംഖ്യാശ്രേണി എന്ന് പറയുന്നത് 6 16 26 എക്സെട്ര. അപ്പോൾ ആദ്യത്തെ എടുത്തു കഴിഞ്ഞാൽ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആയിരിക്കും. രണ്ടാമത്തെ എടുത്തു കഴിഞ്ഞാൽ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 6 വരും. ഇനി നമുക്ക് അരിത്മെറ്റിക് സീക്വൻസും നമ്പർ സീക്വൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ സെറ്റ് ഓഫ് ഈവൻ നമ്പേഴ്സ് എടുക്കുകയാണ്. 2 4 6 എക്സെട്ര. ഇവിടെ ഒരേ ക്രമത്തിലാണ് എഴുതി പോയിരിക്കുന്ന നമ്പേഴ്സ് ആണ്. പക്ഷെ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത് 2 + 2 ആണ് 4, 4 + 2 ആണ് 6. നമ്മുടെ ആദ്യത്തെ സീക്വൻസ് എടുത്ത് നമ്പർ സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ 4 + 3 ആണ് 7, 7 + 3 ആണ് 10. ഇനി ഞാൻ വേറൊരു സീക്വൻസ് എടുക്കാം. നമ്മൾ ആദ്യം എടുത്ത ഒരു നമ്പർ സീക്വൻസ് ഉണ്ട് 149. നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയർ കാണുക. അപ്പൊ ഇതൊരു നമ്പർ സീക്വൻസ് ആണ്. ഇതും ഇപ്പൊ ഞാൻ എഴുതിയ രണ്ട് സീക്വൻസും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് നോക്കാം. ഇവിടെ വരുന്നത് 1ന്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോഴാണ് 4 കിട്ടുന്നത്, രണ്ടാമത്തെ നമ്പറായ 4 കിട്ടുന്നത്. 4ന്റെ കൂടെ 5 ആഡ് ചെയ്യുമ്പോഴാണ് മൂന്നാമത്തെ നമ്പറായ 9 കിട്ടുന്നത്. അതായത് ഈ രണ്ട് നമ്പേഴ്സും സെയിം അല്ല. ഈ കേസിൽ സെയിം നമ്പറാണ് ആഡ് ചെയ്ത് പോകുന്നത്. ഈ കേസിലും അതേപോലെ തന്നെ സെയിം നമ്പറാണ് ആഡ് ചെയ്ത് പോകുന്നത്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് സെയിം നമ്പേഴ്സ് ആഡ് ചെയ്ത് പോകുന്ന നമ്പർ സീക്വൻസിന് പറയുന്ന പേരാണ് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി. ഇനി ഇവിടെ നോക്കിക്കേ, ഇതൊരു നമ്പർ സീക്വൻസ് ആണ്. ഇതൊരു നമ്പർ സീക്വൻസ് ആണ്, പക്ഷേ ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ്. ഇറ്റ് ഈസ് നോട്ട് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. അരിത്മെറ്റിക് സീക്വൻസ് അല്ല, കാരണം സെയിം നമ്പർ അല്ല ഇവിടെ ആഡ് ചെയ്ത് പോകുന്നത്. പക്ഷെ ഇവിടെയോ സെയിം നമ്പർ ആഡ് ചെയ്ത് പോകുന്നുകൊണ്ട് നമ്പർ സീക്വൻസും ആണ്. അപ്പൊ ഇത് അരിത്മെറ്റിക് സീക്വൻസും ആണ്, നമ്പർ സീക്വൻസും ആണ്. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? എല്ലാ അരിത്മെറ്റിക് സീക്വൻസും നമ്പർ സീക്വൻസ് ആണ്. എന്നാൽ എല്ലാ നമ്പർ സീക്വൻസും അരിത്മെറ്റിക് സീക്വൻസ് ആകണമെന്നില്ല. മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഇതിനകത്ത് ഓരോ ടേംസ് എന്താണെന്നൊക്കെ നമുക്ക് പഠിക്കാം. നമുക്ക് ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ ഫസ്റ്റ് പൊസിഷനിൽ ഇരിക്കുന്ന നമ്പറാണ് 4. അതിനെ നമുക്ക് ഫസ്റ്റ് ടേം അഥവാ ഒന്നാം പദം എന്ന് വിളിക്കാം. ഫസ്റ്റ് ടേം അഥവാ ഒന്നാം പദം. അപ്പൊ അതിനെ നമുക്ക് x1 എന്ന് കൊടുക്കാം. അപ്പൊ x1 എത്രയാണ്? ഫസ്റ്റ് നമ്പറായ 4 ആണ്. ഇനി രണ്ടാമത്തെ പൊസിഷനിൽ ഇരിക്കുന്ന നമ്പറിനെ നമുക്ക് സെക്കൻഡ് ടേം അഥവാ രണ്ടാം പദം എന്ന് വിളിക്കാം. അതിനെ x2 എന്ന് കൊടുക്കാം. x2 അപ്പോൾ 7 ആയി. ഇനി മൂന്നാമതിരിക്കുന്ന പൊസിഷനിലിരിക്കുന്ന നമ്പറായ 10നെ തേർഡ് ടേം അഥവാ മൂന്നാം പദം എന്ന് നമുക്ക് വിളിക്കാം. അതിനെ x3 എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ x3 എന്താണ്? 10. ഇങ്ങനെ ഓരോ പദങ്ങളെയും നമുക്ക് എക്സ് ഇട്ട് ഓരോന്ന് ഒന്നാം പദം രണ്ടാം പദം അല്ല ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം എന്ന് നീട്ടി എഴുതുന്നതിന് പകരമാണ് ഈ ആൽഫബറ്റ്സ് ഉപയോഗിച്ച് എഴുതുന്നത്. ഇപ്പോൾ 7ാമത്തെ ടേം ആണ് വേണ്ടെങ്കിൽ x7 എന്ന് കൊടുക്കുക. 25th ടേം ആണെങ്കിൽ x25 എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇനി ഇവിടെ വരുന്ന സെയിം നമ്പർ ആഡ് ചെയ്താണല്ലോ പോകുന്നത്. അതിനെ നമുക്ക് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എന്ന് വിളിക്കാം. പൊതുവ്യത്യാസം. അതിന് സ്മോൾ ലെറ്റർ D ആണ് യൂസ് ചെയ്യുന്നത്.
അപ്പോൾ ഇവിടെ ഈ എക്സാമ്പിളിൽ സ്മോൾ ലെറ്റർ ഡി അഥവാ കോമൺ ഡിഫറൻസ് 2 ആണ്. ഫസ്റ്റ് എക്സാമ്പിളിൽ കോമൺ ഡിഫറൻസ് 3 ആണ്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം.